വരും. എവിടം വരെ തന്റെ ഇൻട്രോഗേഷൻസ്? മാഡം, അർജുനും മറ്റുള്ളവരും they are not culprits. They are the victims of masterminded criminals. ഒരു ഹെർപിൻ, അതാണ് അയാളുടെ പേര്. ബാക്കിയെല്ലാം മാഡവുമായി നേരിട്ട് സംസാരിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റും മാഡം, അതുറപ്പാണ്. ഓക്കെ, ഗുഡ്. ഗോ ഹെഡ്. താങ്ക് യു. കൺഗ്രാറ്റ്സ് വരും. ഒത്തിരി ദുരൂഹതകൾ നിറഞ്ഞ കേസായിരുന്നു. മാധ്യമ ശ്രദ്ധ ഏറെ പിടിച്ചു പറ്റിയതാ. ഡിപ്പാർട്ട്മെന്റിന് ഏറ്റവും കൂടുതൽ തലവേദനയായ ഒരു കേസിന്റെ ചുരുളഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ എവിഡൻസും സോളിഡ് അല്ലേ? യെസ് മാഡം. കേസിലെ മൂന്നാം പ്രതി സയന്റിസ്റ്റ് ജോഫിൻ അലൈവ് ആൻഡ് ഇൻ അവർ കസ്റ്റഡി. പിന്നെ 15 സാക്ഷികൾ. അതിൽ 3 പേരും ജയിലിലെ തടവുകാരാണ്. ജയിൽ സൂപ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് വന്ന 50 lakhs, എക്സ്പെരിമെന്റിന് വിധേയരായവരെ ജാമ്യത്തിലിറക്കാമെന്ന വക്കീലും സയന്റിസ്റ്റുമായുള്ള ഫോൺ സംഭാഷണം. എവിഡൻസ് എല്ലാം സോൾഡ് ആണ്. എന്നാൽ എത്രയും പെട്ടെന്ന് ക്രൈം ഫയൽ സബ്മിറ്റ് ചെയ്തൂടെ? യെസ്, പ്രതിയെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ശശിധരൻ തന്നെ നേരിട്ട് അപ്പിയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വരുൺ പറഞ്ഞനുസരിച്ചിട്ട് ഈ ക്രൈമിന് പിന്നിൽ ഒരു ഹ്യൂജ് ഫണ്ടിന്റെ പിൻബലമുണ്ട്. ഒരുപക്ഷെ പ്രതിക്ക് വേണ്ടി ഇന്ത്യയിലെ നമ്പർ 1 ക്രിമിനൽ ലോയേഴ്സ് തന്നെയായിരിക്കും ഹാജരാവുക. ലൂപ്പോൾസ് ഒന്നും തന്നെ ഇല്ല എന്ന് വരുൺ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? യെസ് സർ, ഓൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആർ വെരി ക്ലിയർ ആൻഡ് റിലയബിൾ. കൂടാതെ അർജുൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി അനു നൽകിയ മൊഴി നമ്മുടെ സൈഡ് സ്ട്രോങ് ആണ്. ഈ പറയുന്ന പെൺകുട്ടി കോടതിയിൽ ഹാജരാകുമോ? കോടതിയിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ കൊല്ലപ്പെട്ട ജയിലർ ജോഷി, പിന്നീട് തുടർന്നുണ്ടായ കൊലപാതകങ്ങൾ എല്ലാം തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തത്? അതാണ് മാഡം ഈ കേസിന് ഏറ്റവും കുഴപ്പിച്ച കാര്യം. ജയിലർ ജോഷി കൊല്ലപ്പെട്ടത് ഒരു വന്യജീവി ആക്രമണത്തിലായിരുന്നു എന്നതായിരുന്നു നമ്മുടെ നിഗമനം. പക്ഷെ പിന്നീട് നടന്ന സമാനമായ മരണങ്ങൾ അത് പരീക്ഷണത്തിന് വിധേയരായവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ചെയ്ത കൊലപാതകങ്ങളായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകങ്ങളെ കുറിച്ചുള്ള ലീഡ്സ് കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? അവർ പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. വരുൺ ആദ്യം സംശയം എന്താ കാരണം? ഞാൻ ആദ്യം ചിന്തിച്ചത് ഈ കൊലപാതകങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് ആയിരുന്നു. ഒരേ കൊലപാതക രീതിയായിരുന്നെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ എ പ്രൊഫഷണൽ കില്ലർ, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത പ്രതികാരദാഹിയായ ഒരു സാധാരണ മനുഷ്യൻ. അന്വേഷണം ജയിലിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അനു അന്ന് രാത്രി കണ്ടത് അർജുനെ തന്നെയല്ലേ എന്ന ആ കുട്ടിയുടെ സംശയം. അതാണ് നമ്മളെ ജയിലിലേക്ക് എത്തിച്ചത്. അർജുൻ ജയിലിലകപ്പെടാൻ കാരണക്കാരനായ മൈക്കിളും അർജുനും തമ്മിൽ മുൻപെന്തെങ്കിലും വ്യക്തിവൈരാഗ്യം? ഇല്ല മാഡം, ഒരു യൂഷ്വൽ റോഡ് ചെക്കിങ്ങിലാണ് അർജുൻ പോലീസിന്റെ പിടിയിലാവുന്നത്. പരിചയമില്ലാത്ത ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്തതിന്റെ പേരിൽ ജീവിതം ക്രൂശിക്കപ്പെട്ട ഒരാളാണ് പ്രതിയെന്ന് വിചാരിച്ച അർജുൻ. ജോഫിൻ പറഞ്ഞ ഈ ഹെർപിൻ, അയാളെ കുറിച്ച് എന്തെങ്കിലും? ഹെർപിൻ, ആ ഒരു പേര് മാത്രമേ ജോഫിൻ അറിയൂ. We have to find out who is he and what is he. Keep an eye on the scientist. കോടതിയിൽ നമുക്ക് അവശേഷിക്കുന്ന ഏക വ്യക്തി
മേക്ക് ഷുവർ ഹീ ഈസ് സേഫ് ഇൻ അവർ കസ്റ്റഡി. അയാളെ ഇന്റർവേറ്റ് ചെയ്യുന്ന സ്ഥലം വളരെ സീക്രട്ടായി വെച്ചിരിക്കുകയാണ്. മറ്റൊരാൾക്ക് അവിടെ എത്തിപ്പെടുന്നത് അത്ര എളുപ്പമല്ല മാഡം. ഓക്കെ, എനിവേ മേക്ക് ഇറ്റ് ഷുവർ. Why did they selected Kerala for this experiment? ഡിവൈഡ് ആൻഡ് റൂൾ. തമ്മിൽ ഒറ്റുകൊടുക്കുന്നവരെ അവർ ഒത്തുചേർത്തു. അങ്ങനെയുള്ളവരെ അവരിവിടെ കണ്ടെത്തി. നമുക്ക് ഈ ഹെർപ്പിൻ അയാളെ ട്രേസ് ചെയ്താൽ ഈ കേസ് പൂർണ്ണമായും ക്ലോസ് ചെയ്യാൻ സാധിക്കില്ലേ? അറിയില്ല. ഹെർപ്പിൻ എന്ന അവസാന വാക്കാണോ അതോ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഉണ്ടോ അറിയില്ല. വരുൺ, ഒരു സംശയം കൂടി. എന്താണ് ഈ എക്സ്പെരിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുൻപ് റഷ്യയിൽ നടത്തപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരമായ പരീക്ഷണം, സ്ലീപ്പ് എക്സ്പെരിമെന്റ്. അന്നത്തെ പരീക്ഷണത്തിന്റെ ഉദ്ദേശം യുദ്ധത്തിൽ ഉറക്കമില്ലാത്ത പടയാളികളെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇന്ന് ഒരുപക്ഷെ പല കമ്പനികളുടെയും സാമ്പത്തിക ലാഭത്തിനായി ഉറക്കമില്ലാത്ത ഉന്മേഷവാന്മാരായ തൊഴിലാളികളെ ഉണ്ടാക്കുക എന്നതാണെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും അവരുടെ ലക്ഷ്യം. വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആ പരീക്ഷണം അത് വീണ്ടും ഇവിടെ ആവർത്തിച്ചു. പക്ഷേ വീണ്ടും അത് പരാജയപ്പെട്ടു. കിൽ എവരിബഡി, റൈറ്റ്? നോ. അഡ്വക്കേറ്റ് അരുൺ, ജയിൽ സൂപ്രണ്ട് തോമസ് വർഗീസ് അവരിലേക്ക് എത്തും മുമ്പേ അർജുനും കൂട്ടരും പിടിക്കപ്പെട്ടു. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇനി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആ സയന്റിസ്റ്റിനെ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണം. ഓക്കെ മാഡം. Then the meeting is over. ഓക്കെ 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 മാഡം. ഹലോ. ആ ആ എന്നിട്ട് Yes, sir. Mission accomplished. Okay, sir.